ഹലോ ട്രേഡേഴ്സ്, വലിയ ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി നല്ലൊരു സെൻറ്റിമെൻ്റാണ് തന്നേക്കണത്. 200 മൈനസൊക്കെ നിഫ്റ്റിയിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികളൊക്കെ ഒന്ന് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. നമുക്കും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം. അതിൻ്റെ മുമ്പ് ക്രൂഡ് ഓയിൽ ഞാൻ രാവിലെ ഒരു 9:15 കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്രൂഡ് ഓയിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന്. പക്ഷെ ഞാൻ നേരത്തെ കൊടുത്തോണ്ട് നിങ്ങൾക്കൊരു 10-15 പോയിന്റ് കിട്ടാനുള്ള ഒരു വകുപ്പ് അവിടെ വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൽ 15 പോയിന്റ്. ഇപ്പോഴും പ്രോഫിറ്റ് റണ്ണിങ് തന്നെയാണ്, പക്ഷേ 15 പോയിന്റാണ് ഇപ്പോൾ നിൽക്കണമെന്ന് മാത്രം. നമ്മൾ കുറേ ട്രേഡുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറേ സ്ഥലങ്ങളിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തായാലും ദിവസത്തിൽ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിസ്കൗണ്ട് എൻട്രി അല്ലെങ്കിൽ ലിമിറ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ 250p. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, നമ്മുടെ എൻട്രി വരുന്നത് ഇവിടെയാണ് 117.25 ഫസ്റ്റ് പ്രൈസാണ് കേട്ടോ. 117.25. അതിൽ നമുക്ക് ഫസ്റ്റ് ഗ്രീൻ ക്യാനിൽ ലോസ് ചെയ്യണം, റെഡ് ക്യാനിൽ വന്ന ശേഷം ലിമിറ്റിലോ ഡിസ്കൗണ്ടിലോ കിട്ടണം. അതാണ് അടുത്ത കാര്യം. നമുക്ക് റെഡ് ക്യാനിൽ വന്നു, നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ട്രേഡ് ആക്ടിവേഷനായി. പിന്നെ ട്രേഡ് മുകളിലേക്ക് പോകാൻ സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. എല്ലാ ട്രേഡും അങ്ങനെ തന്നെയാണ് ഞാൻ തരണത്. റെഡ് ക്യാനിൽ ഞാൻ തന്ന 2 മുകളിൽ ഫസ്റ്റ് ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രേഡിൻ്റെ മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷെ അവിടെ ഞാൻ വെക്കുന്ന ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഞാൻ തന്ന പ്രൈസും ഈ ഗ്രീൻ ക്യാനിൽ നിൽക്കുന്ന സ്പേസും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ആ ഗ്യാപ്പാണ് നമ്മുടെ ഒരു ഗ്യാപ്പ്, ട്രേഡിങ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. മേ ബി ചിലർക്ക് നമ്മുടെ ഇതേ ഫോളോ ചെയ്ത് പോകുന്നവർക്ക് മാക്സിമം ഇത് എടുക്കില്ല. അഗ്രസീവായിട്ട് എടുത്ത് പോകാൻ താല്പര്യപ്പെട്ടവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. ഈ 2 കാറ്റഗറിയോടെ വരും. ലിമിറ്റിൽ നിന്ന് എടുത്ത് പഠിക്കുന്നവരുണ്ടാവും, ഇനിയിപ്പോൾ SLക്ക് വരണ നേരത്തെ എടുത്ത് പഠിക്കുന്നവരുണ്ടാവും, ഇനിയിപ്പോൾ ഒരു രൂപ വ്യത്യാസത്തിനെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത്രയും കാറ്റഗറി ഈ ട്രേഡിൽ എൻ്റർ ആവില്ല. അതാണ് അവിടുത്തെ ഒരു കാര്യം. പക്ഷേ അഗ്രസീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. ട്രെൻഡിങ് ആവുന്ന നേരത്ത് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് മിക്കവാറും നടക്കാറുണ്ട്. പക്ഷേ ഞാനും വിചാരിച്ച് 2-3 ട്രേഡ് കയ്യിൽ നിന്ന് പോയാലും ഒരെണ്ണെങ്കിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന തന്നെയാണ്. ഒരെണ്ണം നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട്. അതിൻ്റെ കഥയിലേക്ക് ഞാൻ വരാം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഇത്തിരി അഗ്രസീവ് എൻട്രിയാണ്. ഈ ഗ്രീൻ ക്യാനിൽ വന്ന് നിൽക്കണ വിക്ക് വരെ ഒരു 123 രൂപയിലാണ് നിൽക്കുന്നത്. 117 മേടിക്കാൻ പറഞ്ഞാൽ 6 പോയിന്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ എടുക്കില്ല, അത്ര ഉള്ള കാര്യം അവിടുത്തെ. ഇനിയിപ്പോൾ 138 അടുത്ത ലെവൽ കേട്ടോ, നിങ്ങൾ അതും ശ്രദ്ധിച്ചു. 138 വന്നു. തുടർച്ചയായി ഗ്രീൻ ക്യാൻഡിൽസാണ്. റെഡ് വരുന്നത് ഇവിടെയാണ് 9:34 ക്യാൻഡിൽ. അപ്പോൾ അതും അഗ്രസീവായി. 155 റെഡ് വന്നത്, 136 മേടിക്കാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ 5 മിനിറ്റ് കൊണ്ട് ലിമിറ്റിൽ വരണം. 5 മിനിറ്റ് കൊണ്ട് ലിമിറ്റിക്കുള്ള പരിപാടി നടന്നിട്ടില്ല. അപ്പോൾ അതിലും നമുക്കൊരു എടുക്കാൻ പറ്റുന്ന സിനാരിയോ ഇല്ല. 5 മിനിറ്റിൽ ലിമിറ്റിൽ എത്തിയാലും എടുക്കാം കേട്ടോ. റെഡ് ഇവിടെ വന്ന ശേഷം 5 മിനിറ്റ്, ഇപ്പോൾ 3 ക്യാനിലൂടെ വന്നു, 4ാമത്തെ 5ാമത്തെ ക്യാനിൽ ലിമിറ്റിക്ക് വന്നു കഴിഞ്ഞാലും ഇത് ലിമിറ്റ് എൻട്രി ഓക്കെയാണ്, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സിനാരിയും മാർക്കറ്റ് തന്നിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 164 എന്ന് പറഞ്ഞ ലെവലാണ്. 164 ഞാൻ കൊടുക്കണത് ഒരു 9:45 ടൈമിലേക്കാണ് കൊടുക്കണത്. അതിനുശേഷം ആക്റ്റീവ് ആവണത് ഈ റെഡ് ക്യാൻഡലിലാണ്. ഈ റെഡ് ക്യാൻഡിലാണ് ആക്റ്റീവ് ആവുന്നത്. 9:10-19 ആക്റ്റീവ് ആവുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ നോക്കണം ഇതേ സംഭവം തന്നെ, ഇതേ സിനാരിയോ തന്നെ. ഒരു ഡിസ്കൗണ്ട് എൻട്രി കിട്ടണം, അല്ലെങ്കിൽ ലിമിറ്റ് എൻട്രി കിട്ടണം, 5 മിനിറ്റിനുള്ളിൽ കിട്ടണം. ഇപ്പോൾ ഈ റെഡ് വന്നേക്കുന്നത് 171 ഞാൻ പറഞ്ഞ 164. അവിടെ തന്നെ 7 പോയിന്റ് വ്യത്യാസമായി. എടുക്കാൻ പറ്റില്ല. അപ്പോൾ 5 മിനിറ്റിലാണെങ്കിൽ എത്തിയിട്ടുമില്ല. ലിമിറ്റിൽ ടച്ച് ചെയ്യണം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ. അതായത് ഈ ഫസ്റ്റ് റെഡ് ക്യാനിൽ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ ക്യാനിൽ ലിമിറ്റിൽ വരണം. അങ്ങനത്തെ സിനാരി നടന്നില്ല, അപ്പോൾ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ 3 ടൈപ്പ് എൻട്രിയാണ് നമുക്ക് രാവിലെ വന്നത്. ഇതൊക്കെ ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിന് കിട്ടേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും എല്ലാവർക്കും ഇത് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ 3 സെറ്റപ്പിൻ്റെ കാര്യം വന്നത്. ഈ 3 വിലകളിലും നിങ്ങൾ എടുക്കേണ്ടത് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. കാര്യം ട്രെൻഡിങ് ആണ്, മനസ്സിലായത്? നിങ്ങൾ ഇത്തിരി അഗ്രസീവായിട്ട് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്, നമുക്ക് പ്രോഫിറ്റ് ആയി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റീ എൻട്രി ഉണ്ട് കേട്ടോ അവിടെ. അതായത് ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി 164 അടിയിലേക്ക് ഇറങ്ങി കുറേ നേരം സ്ട്രഗിൾ ചെയ്ത് ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ നോക്കിയിരിക്കണം. അതാണ് അടുത്ത പ്രശ്നം. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, നമുക്ക് 3ാമത്തെ ഫസ്റ്റ് എൻട്രി 164 കിട്ടി. അതിനുശേഷം ക്യാൻഡിൽ അടിയിലേക്ക് ഇറങ്ങി. പക്ഷേ ക്യാൻഡിൽ നിൽക്കുന്നത് ഈ ലൈൻ തന്നെയാണ്. വലിയ സ്ട്രഗിളിംഗ് ഒന്നുമില്ല ഈ ഭാഗത്ത്. അപ്പോൾ നമുക്കിത് കയറിയെടുക്കാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യുക അവിടെ. ഇപ്പോൾ റെഡ് ക്യാനിൽ വന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ തോന്നും. പക്ഷെ അത് 50-50 ചാൻസാണ്. നമുക്ക് നല്ല രീതിക്ക് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങണം, മനസ്സിലായില്ലേ? അടിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതിനുവേണ്ടി ക്യാൻഡിൽസ് ഇവിടെ അടിയിലേക്ക് ഇറങ്ങി.
അടിയിലേക്ക് കുറേ നേരം സസ്റ്റെയിൻ ചെയ്തു. ഇതാണ് പറഞ്ഞ സസ്റ്റെയിൻ ടൈം. ഒരു 10-15 ക്യാൻഡിലെങ്കിലും അടിയിൽ നിൽക്കണമെന്ന് പറഞ്ഞത് ഇതാ. എന്നിട്ട് തിരിച്ച് കയറണം. തിരിച്ച് കയറുമ്പോൾ സെയിം ബൈയിങ് 164 രാവിലത്തെ സെയിം ബൈയിങ് കൂടെ വരും. പക്ഷെ അപ്പോഴും നമ്മുടെ ചോദ്യം നമുക്കൊരു ഡിസ്കൗണ്ട് എൻട്രി ലിമിറ്റ് എൻട്രി കിട്ടണമെന്നാണ്. ഇത് ലിമിറ്റ് എൻട്രി അല്ല, ഡിസ്കൗണ്ട് എൻട്രി കിട്ടുന്നുണ്ട്. 2 രൂപ വ്യത്യാസം എടുക്കാൻ പറ്റും. പക്ഷെ അത് ആക്റ്റീവ് ആവുന്നത് 2 മണിക്കാണ് കേട്ടോ. ആലോചിക്കണം, 2 മണിക്കാണ് ആക്റ്റീവ് ആവുന്നത്. ഈ 164 എന്ന് പറഞ്ഞ പ്രൈസ് നോക്കിയിരിക്കണവർക്ക് അത് കിട്ടുള്ളൂ. അത് അടിപൊളിയായിട്ട് പ്രോഫിറ്റിക്ക് പോയിട്ടുണ്ട്. 212 വരെ 164 ഫുൾ ടാർഗറ്റാണ്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ഒരു ചോദ്യമാണ്. പിന്നെ നമുക്ക് സെൻസസ് ഉണ്ടായിരുന്നു. സെൻസസിൽ നേരത്തെ അതേ പറഞ്ഞ കഥകൾ തന്നെയാണ് കേട്ടോ. 3 വില ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഡിസ്കൗണ്ട് എൻട്രി ലിമിറ്റ് എൻട്രി ഒന്നും വന്നിട്ടില്ലേ, മനസ്സിലായാലും. ഇനിയിപ്പോൾ റീ എൻട്രി അത് നോക്കിയിരുന്നാലേ കേട്ടോ. ഞാൻ ബേസിക്കലി ഈ സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കണം നേരത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു പോർഷൻ കണ്ടത്. ഞാൻ വേറൊരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ പറയാം. പക്ഷേ ഈ ഒരു സ്ട്രൈക്ക് ഞാൻ നോക്കേണ്ടായിരുന്നില്ല. ബേസിക്കലി ഇത് റീ എൻട്രി വന്നിട്ടുണ്ട് ഇവിടേക്ക്. ഈ സ്ട്രൈക്ക് നോക്കിയിരിക്കുന്നവർക്ക് എടുക്കാം, അത്രേ ഉള്ളൂ കാര്യം. അതായത് 551 700 വരെ പോയിട്ടുണ്ട്. 700 720 ഒരു 1:4 ഒക്കെ വരും അവിടെ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കഥ വ്യത്യാസമല്ല. ബാങ്ക് നിഫ്റ്റി ഈസി ആയിട്ടുള്ളൊരു ഫുൾ ടാർഗറ്റാണ് ഫസ്റ്റ് വരേണ്ടത്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ ഒരു ഡിസ്കൗണ്ട് എൻട്രി ഇന്നത്തെ ദിവസം ഉള്ളിൽ ചതിച്ചേക്കുന്നത് ഡിസ്കൗണ്ട് എൻട്രികളാണ്. രണ്ടാമത്തെ ആണെങ്കിലും എളുപ്പമല്ല, അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി മൂന്നാമത്തെ എൻട്രി ഇല്ല, ക്യാൻഡിൽസ് അടിയിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ രാവിലെ ഞാൻ കൊടുത്തതാണ് 24,900 ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ മാത്രം കൊടുത്തിട്ടുള്ള എൻട്രി ആണ് കേട്ടോ. 24,900 രാവിലെ ഒരു 10 മണി ടൈമിനൊക്കെയാണ് കൊടുത്തേക്കണത്. 10 മണിയല്ല, ഒരു 10:30 കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തേക്കണത്. നമുക്ക് ആക്റ്റീവ് ആവണത് ഈ പറഞ്ഞ ടൈമിന് തന്നെയാണ്. 2:30 ടൈമിനൊക്കെയാണ് ഇത് ആക്റ്റീവ് ആവണത്. പക്ഷെ ഇത് 20 പോയിന്റാണ് കിട്ടുക. പക്ഷെ ഇതാണ് ഞാൻ ബേസിക്കലി വാച്ച് ചെയ്യാൻ പറഞ്ഞ സാധനം. മറ്റേ റീ എൻട്രി ഞാൻ വാച്ച് ചെയ്യാൻ ബേസിക്കലി ഞാൻ നോക്കിയിട്ടില്ലേ, അത് ഞാൻ കണ്ടില്ലേ, എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ ഞാൻ വാച്ച് ചെയ്യാൻ പറഞ്ഞ ഇതാണ്, മനസ്സിലായാലും. ഇതെല്ലാവർക്കും കിട്ടേണ്ട ഒരു എൻട്രി ആണ്. കറക്റ്റ് ലിമിറ്റ് എന്ന് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി. ഇപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ റിജക്റ്റ് ആക്കി ലിമിറ്റിൽ വന്നു. 2 മിനിറ്റ് ടൈം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ലിമിറ്റ് എടുക്കാൻ. അപ്പോൾ അങ്ങനെ 20 പോയിന്റ് കിട്ടിയാണത്. ഇനി മുകളിൽ എൻട്രികളുണ്ട്. 119 ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. അവിടേക്കൊന്നും എത്തിയിട്ടില്ലേ മാർക്കറ്റ്. അവിടെ തട്ടി 119 വൺസ് തട്ടി പിന്നെ അടിയിലേക്ക് ഇറങ്ങി പിന്നെയും ട്രൈ ചെയ്യുകയാണ് മാർക്കറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പി സൈഡാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതൊരു 20 പോയിന്റ് നമുക്ക് ഈ സൈഡ് ക്യാച്ച് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ. നോക്കിയിരിക്കുന്നവർക്ക് കിട്ടും. ഇത് ഞാൻ പക്ഷേ പറഞ്ഞിട്ടും കൂടി ഉള്ളതാണ് ഗ്രൂപ്പിൽ. അപ്പോൾ ഓൾ ടോട്ടൽ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തന്ന പ്രൈസുകൾ വാച്ച് ചെയ്തിരിക്കുക. റീ എൻട്രി കറക്റ്റായിട്ട് തന്നെ മുമ്പിൽ വരും. അതായത് ക്യാൻഡിൽസ് ഒരു 10-15 ക്യാൻഡിലെങ്കിലും താഴ്ത്ത് നിന്നിട്ട് തിരിച്ച് കയറുമ്പോഴാണ് അതിൻ്റെ സെയിം ബൈയിങ് പ്രഷർ അവിടെ വരിക. അത് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കിയിരുന്നാലാണ് കിട്ടുള്ളൂ, മനസ്സിലായില്ലേ. ഞാൻ ഇത്രയും സ്ട്രൈക്കുകൾ ഇത്രയും സെഗ്മെൻറ്റുകൾ ഉള്ളതുകൊണ്ട് മേ ബി ഞാൻ വിട്ടു പോവാം, മനസ്സിലായില്ലേ. പക്ഷെ നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ട സെഗ്മെൻറ്റ് ഏതാണോ, നിങ്ങൾക്ക് വേണ്ട സ്ട്രൈക്ക് ഏതാണോ ആ സ്ട്രൈക്ക് നോക്കിയിരിക്കുക. ഞാൻ തന്ന പ്രൈസുകൾ നോക്കിയിരിക്കുക. റീ എൻട്രി ആണെങ്കിലും ഫ്രഷ് എൻട്രി ആണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് പോവാം. പക്ഷെ അതിന് ഭയങ്കര ക്ഷമ വേണം. ചാടിക്കയറ്റുള്ള പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ഇത്തിരി അഗ്രസീവായിട്ടുള്ള പരിപാടികളാണ് മാർക്കറ്റിൽ നടന്നത്. അത് വരുന്ന സമയത്ത് ഇത്തിരി പ്രോഫിറ്റിക്ക് പോകും. ഇന്ന് ആകെ ഒരു പെർഫെക്റ്റ് എൻട്രി 20 പോയിന്റിൻ്റെ എൻട്രി ആണ് കേട്ടോ. ലാസ്റ്റ് പറഞ്ഞ എൻട്രിയാണ്. പിന്നെ റീ എൻട്രി ആണ്. റീ എൻട്രി കാണാത്തതുകൊണ്ട് പിന്നെ ഞാൻ പറയണില്ല. എടുത്തവരുണ്ടെങ്കിൽ ലാഭമായി ഉണ്ടാവുന്ന മാത്രം. പക്ഷെ അതും പെർഫെക്റ്റ് എൻട്രി ആണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഷെയർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് നാളെ അത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.